കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായ PP ദിവ്യയ്ക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ അന്വേഷണത്തിന് അനുമതി തേടിയെന്ന് വിജിലൻസ്. ദിവ്യയ്ക്കെതിരായ അഴിമതി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ പരാതി അട്ടിമറിച്ചെന്ന് ചൂണ്ടിക്കാട്ടി KSU നേതാവ് P. മുഹമ്മദ് ഷമ്മാസ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിജിലൻസിന്റെ മറുപടി തേടിയിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയിൽ വിജിലൻസ് ഇക്കാര്യം അറിയിച്ചത്. അന്വേഷണത്തിന് അനുമതി തേടിയതിലെ പുരോഗതി അറിയിക്കാൻ വിജിലൻസിന് കോടതി നിർദ്ദേശം നൽകി. കേസ് സെപ്റ്റംബർ 18 വീണ്ടും പരിഗണിക്കും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ ദിവ്യ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്നാണ് KSU നേതാവിന്റെ ആരോപണം. ബെനാമി സ്വത്ത് ഇടപാടുകൾ അടക്കം സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകിയിരുന്നുവെന്ന് ഹർജിയിൽ പറയുന്നു. എന്നാൽ ഉന്നത ഇടപെടലിൽ 6 മാസമായിട്ടും പരാതിക്കാരന്റെ മൊഴി പോലും എടുക്കാതെ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്നായിരുന്നു ഹർജിയിൽ പറഞ്ഞിരുന്നത്. ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായതിനു പിന്നാലെ ആരംഭിച്ച കാട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ബെനാമി പേരിൽ ദിവ്യയും ഭർത്താവും ചേർന്ന് ആരംഭിച്ചതാണെന്നാണ് ഹർജിയിലെ ആരോപണം. കോഴിക്കോട് താമരശ്ശേരി ചുരം വ്യൂ പോയിന്റിന് സമീപം മണ്ണും കല്ലും മരങ്ങളും റോഡിലേക്ക് വീണതോടെ ദേശീയപാത 766 താമരശ്ശേരി ചുരം വഴിയുള്ള വാഹനഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. 9ാം വളവിന് സമീപം വൈകിട്ട് 7 മണിയോടെയാണ് വലിയ പാറക്കല്ലുകളും മണ്ണും മറ്റും റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. കാൽനട പോലും സാധ്യമല്ലാത്ത നിലയിലാണ് റോഡിൽ തടസ്സമുണ്ടായത്. തടസ്സം നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ മണിക്കൂറുകൾ എടുക്കുമെന്നാണ് സൂചന. മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ഇതുവഴിയുള്ള ഗതാഗതം ഒഴിവാക്കുന്നതാകും ഉചിതമെന്ന് പോലീസ് അറിയിച്ചു. അഗ്നിരക്ഷാ പ്രവർത്തകരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അടിവാരത്ത് നിന്നുള്ള വാഹനങ്ങൾ കുറ്റ്യാടി ഭാഗത്തേക്ക് പോലീസ് വഴിതിരിച്ചുവിടുന്നുണ്ട്. വൈത്തിരി ഭാഗത്തു നിന്നും വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നുണ്ട്. കുറ്റ്യാടി വഴിയല്ലെങ്കിൽ നിലമ്പൂർ നാടുകാണി ചുരം വഴി യാത്ര ക്രമീകരിക്കണമെന്നാണ് പോലീസ് അറിയിപ്പ്. അടിവാരത്തും ലക്കിടിയിലും ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും വാഹനങ്ങൾ തിരിച്ചുവിടുന്നുണ്ട്. മണ്ണിടിഞ്ഞപ്പോൾ തലനാരിഴയ്ക്കാണ് വാഹനങ്ങൾ രക്ഷപ്പെട്ടതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ചുരത്തിൽ 7ാം വളവിനും 8ാം വളവിനുമിടയിൽ വൈകിട്ട് ലോറി കേടായി കുടുങ്ങി ഗതാഗത തടസ്സമുണ്ടായിരുന്നു. രാവിലെ ചുരം റോഡിൽ ഒരു ലോറി ഓവുചാലിലേക്ക് മറിഞ്ഞിരുന്നു. റോഡിന്റെ ഒരു വശത്തേക്കാണ് ലോറി മറിഞ്ഞത്. ഇതിനാൽ ഗതാഗതത്തെ ബാധിച്ചിരുന്നില്ല. അതിനിടെ ഓണാവധിയും വിനോദസഞ്ചാര സീസണും അടുക്കുന്ന സാഹചര്യം മുൻനിർത്തി മുൻപ് നടപ്പാക്കുന്നതുപോലെ തിരക്കുള്ള സമയത്ത് ചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഇതിനിടെ ഉയർന്നുവരുന്നുണ്ട്. ചുരം റോഡിൽ പോലീസ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ചുരത്തിന്റെ മുകൾ ഭാഗമായ ലക്കിടിയിലും താഴ്വാരമായ അടിവാരത്തും 24 മണിക്കൂറും റിക്കവറി ക്രെയിൻ സൗകര്യം ഒരുക്കണമെന്ന ആവശ്യമുണ്ടെങ്കിലും ഇതുവരെ നടപ്പായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാഹുലിന്റെ രാജി ആവശ്യപ്പെടാതെ കോൺഗ്രസ് നേതൃത്വം പാലക്കാട്ടെ ജനതയെ വഞ്ചിക്കുകയാണെന്നും VD സതീശന്റെ വാർത്താസമ്മേളനവും ആരോപണങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തോട് പറയാനുള്ളത് ഇത്രമാത്രം: നിങ്ങളുടെ MLAയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഇത്തരം നാടകങ്ങൾ വിലപ്പോവില്ല. വനിതാ നേതാക്കളടക്കം കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ വേട്ടക്കാരനായ ഈ MLA നിയമസഭാംഗത്വം രാജിവെക്കണമെന്ന നിലപാടുള്ളവരാണ്. എന്നിട്ടും കോൺഗ്രസ് നേതൃത്വം അതിന് തയ്യാറാകാത്തത് എന്തുകൊണ്ട്? സതീശൻ അതിനാണ് മറുപടി പറയേണ്ടത്. രാഹുൽ ഗാന്ധിക്ക് കീഴിൽ വഞ്ചകരുടെയും ചൂഷകരുടെയും തട്ടിപ്പുകാരുടെയും സംഘമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധി ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കും. അതേസമയം ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ജനാധിപത്യ വിരുദ്ധ സംഘടനകളുമായി സഖ്യവും ഉണ്ടാക്കും. പെണ്ണാണ്, പോരാടും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രിയങ്ക ഗാന്ധി സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പ്രസംഗിക്കും. അതേസമയം സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന രാഹുൽ മാങ്കുട്ടം എന്ന പോലുള്ളവർ MLAമാരായി തുടരുകയും ചെയ്യും എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സ്വന്തം തെറ്റുകൾ പുറത്തുവരുമോ എന്ന ഭയം കൊണ്ടാകാം പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഇത്തരം MLAമാരെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങുന്നത്. നുണ, കാപട്യം, പതിറ്റാണ്ടുകളായി ജനങ്ങളോടുള്ള വഞ്ചന, അതാണ് ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി. കേരള രാഷ്ട്രീയത്തിൽ തട്ടിപ്പുകാർക്ക് ഒരു സ്ഥാനവും ഉണ്ടാകരുത്. തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളുടെ പ്രവർത്തികളോട് പ്രതികരിക്കാനുള്ള കടമ ഞങ്ങൾക്കുണ്ട്. കാരണം കേരളത്തിൽ യഥാർത്ഥ പ്രതിപക്ഷത്തിന്റെ ചുമതല നിർവഹിക്കുന്ന ഒരേയൊരു പാർട്ടി BJP മാത്രമാണ്. ആരായാലും എവിടെയായാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ സഹായിക്കാൻ BJP പ്രതിജ്ഞാബദ്ധമാണ്. കേരളത്തിലെ റേഷൻ കടകളിൽ കൊടുക്കുന്ന അരിയിൽ 1 മണി പോലും പിണറായി വിജയന്റെ അരിയില്ല എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. എന്നാൽ ജനങ്ങളുടെ അവകാശമാണെന്നതായതുകൊണ്ട് അരി തരുന്ന ഞങ്ങൾക്ക് വോട്ട് തരണമെന്ന് പറയാതിരിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിന് പ്രത്യേകമായി ഭക്ഷ്യധാന്യം അനുവദിച്ചില്ലെന്ന വിമർശനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. പല അവകാശങ്ങളും പൊളിഞ്ഞു. കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള പൈസ കൊണ്ടോ സഹകരണം കൊണ്ടോ ആണ് നടക്കുന്നത്. ഒരിടത്തും അവഗണിക്കുന്നില്ല. അത് ജനങ്ങളുടെ അവകാശമായതുകൊണ്ടാണ്. അവകാശങ്ങളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്യുന്നതിന് ഞങ്ങൾ പറയുന്നില്ല. അതുകൊണ്ട് ഉത്സവാവസരത്തിലെങ്കിലും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. കേന്ദ്രം 1 മാസം സംസ്ഥാനത്ത് 1,18,788 മെട്രിക് ടൺ ഭക്ഷ്യധാന്യം നൽകുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഇനത്തിൽ 69,081 മെട്രിക് ടൺ അരിയും 15,629 മെട്രിക് ടൺ ഗോതമ്പും നൽകുന്നു.
ടൈഡ് ഓവറിൽ 33,294 മെട്രിക് ടൺ ഭക്ഷ്യധാന്യവും നൽകുന്നു. ഇതിൽ 2022 ജൂൺ വരെ നൽകിയത് 26,835 മെട്രിക് ടൺ അരിയും 6,459 മെട്രിക് ടൺ ഗോതമ്പുമാണ്. എന്നാൽ കേരളത്തിൽ ഗോതമ്പല്ല അരിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് 2022 പറഞ്ഞതനുസരിച്ച് മുഴുവൻ അരിയായി കൊടുക്കുന്നു. ടൈഡ് ഓവറിൽ അരി സംസ്ഥാനത്തിന് 8.30 രൂപയ്ക്ക് നൽകുന്നു. കേരളത്തിൽ ഇത് വ്യത്യസ്ത നിരക്കിൽ കൊടുക്കുന്നു. സംസ്ഥാനത്ത് യെല്ലോ കാർഡുകൾക്ക് 5.9 ലക്ഷം കുടുംബങ്ങൾക്ക് 30 കിലോ അരിയും 15 കിലോ ഗോതമ്പും സൗജന്യമായി നൽകുന്നു. പിങ്ക് കാർഡുകൾക്ക് 36 ലക്ഷം കുടുംബങ്ങൾക്ക് 5 കിലോ അരി സൗജന്യമായി നൽകുന്നു. ഇങ്ങനെ ആകെ 41.9 ലക്ഷം പേർക്ക് ഭക്ഷ്യധാന്യം സൗജന്യമായി നൽകുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ 22 ലക്ഷം നീല കാർഡ് ഉടമകൾക്ക് 8.30 രൂപയ്ക്ക് എടുക്കുന്ന അരി 4 രൂപയ്ക്ക് കൊടുക്കുന്നു. 30.27 ലക്ഷം വെള്ളക്കാർഡുകൾക്ക് 8.30 രൂപയ്ക്ക് എടുക്കുന്ന അരി 10.99 രൂപയ്ക്കും നൽകുന്നു. ഇത് ബാലൻസ് ചെയ്തു പോകുന്ന രീതിയിലാണുള്ളത്. കേരള സർക്കാരിന് ഇതിൽ കൂടുതലൊന്നും കിട്ടാനില്ല. 2017 മുതൽ ഓണത്തോടനുബന്ധിച്ച് 6 മാസത്തേക്ക് അരി മുൻകൂട്ടി കൊടുക്കുന്നുണ്ട്. 22.50 രൂപയ്ക്കെടുത്ത് സംസ്ഥാന സർക്കാരിന് സബ്സിഡി നിരക്കിൽ കൊടുക്കാൻ പറ്റും. ഇത് മുഴുവൻ നരേന്ദ്രമോദി അരിയാണെന്നും ഒരു മണി പോലും പിണറായി വിജയന്റെ അരിയില്ല എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 4 തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചതായി റിപ്പോർട്ട്. 4 തവണയും കോളുകൾ നിരസിച്ച മോദി ട്രംപിനോട് സംസാരിക്കാൻ വിസമ്മതിച്ചു. ജർമ്മൻ പത്രമായ ഫ്രാങ്ക്ഫർട്ടർ ആൽജമൈനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. വ്യാപാര തർക്കം രൂക്ഷമായിരിക്കെയാണ് ട്രംപിന്റെ കോളുകൾ മോദി നിരസിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നുവെന്ന് ആരോപിച്ച് ഇന്ത്യയ്ക്കുമേൽ 50% താരിഫ് ചുമത്തിയ ഘട്ടത്തിലാണ് ട്രംപ് മോദി സൗഹൃദം ഉലയുന്നതായ വിവരങ്ങളും പുറത്തുവരുന്നത്. ട്രംപ് പ്രഖ്യാപിച്ച പുതിയ തീരുവ നാളെ രാവിലെ മുതൽ നിലവിൽ വരികയാണ്. ജൂൺ 17 അവസാനമായി മോദിയും ട്രംപും ഫോണിൽ സംസാരിച്ചത്. അതിനുശേഷം ഇരു നേതാക്കളും തമ്മിൽ യാതൊരു ആശയവിനിമയവും നടന്നിട്ടില്ലെന്നാണ് സൂചന. ട്രംപിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് മോദി ഫോണിൽ സംസാരിച്ചതെന്ന് അന്ന് തന്നെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഏകദേശം 35 മിനിറ്റ് നേരം ഇരുവരും ഫോണിൽ സംസാരിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ശേഷമുള്ള ആദ്യ സംഭാഷണമായതിനാൽ ഓപ്പറേഷൻ സിന്ദൂരിനെക്കുറിച്ചാണ് മോദി അന്ന് ട്രംപുമായി സംസാരിച്ചത്. ADGP MR അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്തു സമ്പാദനവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയിന്മേലുള്ള തുടർ നടപടികളിൽ മജിസ്ട്രേറ്റ് കോടതി തീരുമാനം ചോദ്യം ചെയ്ത് ഹൈക്കോടതി. മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനം അഴിമതി നിരോധന നിയമത്തിലെ 17A ചട്ടപ്രകാരം നിലനിൽക്കുന്നതാണോ എന്ന് കോടതി ആരാഞ്ഞു. അഴിമതി നിരോധന നിയമപ്രകാരമായിരുന്നു വിജിലൻസ് അന്വേഷണമെങ്കിൽ അനുമതി തേടേണ്ടതായിരുന്നുവെന്നും ജസ്റ്റിസ് A ബദറുദ്ദീൻ വ്യക്തമാക്കി. തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് തള്ളിയ പ്രത്യേക കോടതി വിധിക്കെതിരെ MR അജിത് കുമാറാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സർക്കാർ ഇക്കാര്യത്തിൽ എന്തു നടപടിയെടുത്തു എന്നറിയിക്കാൻ നിർദ്ദേശിച്ച കോടതി കേസ് നാളെ പരിഗണിക്കാനായി മാറ്റി. വിജിലൻസ് കോടതിയിൽ നൽകിയ പരാതിയിൽ എന്താണ് സംഭവിച്ചത് എന്ന കേസ് പരിഗണിച്ചപ്പോൾ കോടതി ആരാഞ്ഞു. തുടർന്നു നടന്ന കാര്യങ്ങൾ അജിത് കുമാറിന്റെ അഭിഭാഷകൻ അറിയിച്ചപ്പോൾ റാങ്കിൽ താഴ്ന്ന ഉദ്യോഗസ്ഥൻ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്തുന്നത് എങ്ങനെയാണെന്ന് കോടതി ചോദിച്ചു. തുടർന്നാണ് ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ അഴിമതി നിരോധന നിയമത്തിലെ 17A അനുസരിച്ച് അനുമതി വേണമായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഇത്തരത്തിലുള്ള അനുമതിയൊന്നും തേടിയിരുന്നില്ലെന്നും സാധാരണഗതിയിലുള്ള അന്വേഷണമാണ് നടന്നതെന്നും അജിത് കുമാറിന്റെ അഭിഭാഷകൻ പറഞ്ഞു. പരാതിയിൽ തുടർ നടപടിയെടുക്കുന്നതിനു മുൻപ് ബന്ധപ്പെട്ട അധികൃതരോട് അനുമതി തേടാൻ പരാതിക്കാരന് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിൽ മജിസ്ട്രേറ്റിന്റെ നടപടി ശരിയാകുമായിരുന്നുവെന്ന് കോടതി സൂചിപ്പിച്ചു. ആരോപണങ്ങൾ ഗുരുതരമാണെങ്കിൽ പോലും അത് പരിഗണിക്കാൻ മജിസ്ട്രേറ്റിന് നിയമപരമായ തടസ്സങ്ങളുണ്ട്. ആരോപണം ഗുരുതരമാണെന്ന പേരിൽ നിയമവ്യവസ്ഥകളെ മറികടക്കാനാവില്ലെന്നും എന്നാൽ നടപടിയുമായി മുന്നോട്ടു പോകുന്നതിന് ചില വ്യവസ്ഥകളുണ്ട്. അനുമതി തേടാൻ നിർദ്ദേശം നൽകാതെയാണ് കേസെടുക്കുന്ന ഘട്ടത്തിലേക്ക് മജിസ്ട്രേറ്റ് എത്തിയത്. നിയമപരമായ ചോദ്യമാണ് വിഷയത്തിലുള്ളതെന്നും ആരാണ് പ്രതി, ആരാണ് പരാതിക്കാരൻ, രാഷ്ട്രീയ പ്രത്യാഘാതമുണ്ടാകുന്ന കാര്യങ്ങളാണോ തുടങ്ങിയവയൊന്നും കോടതിയുടെ ഉത്തരവാദിത്തത്തിൽ വരുന്ന വിഷയങ്ങളല്ലെന്നും നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി. ഭിന്നശേഷിക്കാരിയായ വിദ്യാർത്ഥിനിയെ അധ്യാപിക പൊള്ളലേൽപ്പിച്ചെന്ന പരാതിയിൽ കേസ്. ഇടയൂർ പൂക്കാട്ടിരി സ്വദേശിയായ 24-കാരിയെ പൊള്ളലേൽപ്പിച്ചെന്നാരോപിച്ച മാതാവാണ് വളാഞ്ചേരി പോലീസിൽ പരാതി നൽകിയത്. ഇരുമ്പിളിയം വലിയകുന്നിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ കൂട്ടായ്മ നടത്തുന്ന സ്ഥാപനത്തിലെ അധ്യാപികയ്ക്കെതിരെയാണ് പരാതി. തലച്ചോർ തീനി അമീഡയെ പുറത്തുന്നതിന് ശുചീകരിക്കുന്നതിന് 1/2 കോടി കിണറുകൾ. ഓഗസ്റ്റ് 30-നും 31-നും കിണറുകളും വാട്ടർ ടാങ്കുകളും ക്ലോറിനേറ്റ് ചെയ്യും. ഓരോ വീട്ടിലുമെത്തി കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുമെന്ന് ഹരിത കേരളം ചെയർപേഴ്സൺ TN സീമ പറഞ്ഞു. ആശാപ്രവർത്തകർ, അംഗനവാടി ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ പങ്കാളിയാവും. ജലപരിശോധന സെപ്റ്റംബർ 12 മുതൽ 30 വരെ സ്കൂളുകൾ വഴിയുള്ള ബോധവൽക്കരണം നടത്തും.
ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ രസതന്ത്ര ലാബിനോട് ചേർന്ന് ഹരിത കേരളം മിഷൻ ജലഗുണനിലവാര പരിശോധനാ സൗകര്യം ഏർപ്പെടുത്തും. 380 ലാബുകൾ സജ്ജമാക്കും. സെപ്റ്റംബർ 20 മുതൽ നവംബർ 1 വരെ കുളങ്ങളിലും ജലസ്രോതസ്സുകളിലും ശുചീകരണം. അമീബിക് മസ്തിഷ്ക ജ്വരം പോലെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളെ പ്രതിരോധിക്കാനാണ് ക്ലോറിനേഷൻ. പൈപ്പ് വെള്ളം സംഭരിക്കുന്ന ടാങ്കുകൾ ക്ലോറിനേറ്റ് ചെയ്യണം. പൊതുകിണറുകളും ക്ലോറിനേറ്റ് ചെയ്യും. കിണറുകളിൽ നിലവിലുള്ള ജലത്തിന്റെ അളവനുസരിച്ച് ക്ലോറിനേഷൻ നടത്തണം. ബ്ലീച്ചിംഗ് പൗഡറും ക്ലോറിൻ ഗുളികകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകും. മെഡിക്കൽ ഓഫീസർമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഉപദേശം നൽകും. ഗുരുവായൂരിലെ പൂജകൾ സംബന്ധിച്ച വിധികൾ പുറപ്പെടുവിക്കുന്നത് കേരള ഹൈക്കോടതിയിലെ ഒരേ ബെഞ്ചാണെന്ന് സുപ്രീം കോടതി. ഉദയാസ്തമയ പൂജ, ഇല്ലം നിറ പൂജ എന്നിവ സംബന്ധിച്ച വിധികൾ പുറപ്പെടുവിച്ച ബെഞ്ചുകളിൽ ഒരേ ജഡ്ജി ഉണ്ടായിരുന്ന കാര്യം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇല്ലം നിറ പൂജ കൊടിമരച്ചുവട്ടിൽ നടത്താനുള്ള തീരുമാനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. കോഴിക്കോട് തൂണേരി ബ്ലോക്ക് ഓഫീസ് ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പാർട്ട് ടൈം സ്വീപ്പർ കക്കട്ട് സ്വദേശി രാജനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ ഓഫീസിലെത്തിയതായിരുന്നു. ഉച്ചയ്ക്കാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. അനധികൃത സ്വത്തു സമ്പാദന പരാതിയിൽ തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ അന്വേഷണ റിപ്പോർട്ട് പ്രത്യേക വിജിലൻസ് കോടതി തള്ളിയ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ADGP MR അജിത് കുമാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. വിജിലൻസ് റിപ്പോർട്ട് പരിശോധിക്കാതെയാണ് വിജിലൻസ് കോടതി ക്ലീൻ ചിറ്റ് തള്ളിയതെന്നും റിപ്പോർട്ടിലെ വസ്തുതകൾ പരിശോധിക്കാതെയാണ് കോടതി ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നും അജിത് കുമാർ നൽകിയ ഹർജിയിൽ പറയുന്നു. ഏലത്തൂർ സ്വദേശിയായ യുവാവിനെ കാണാതായ സംഭവത്തിൽ വഴിത്തിരിവ്. കാണാതായ ഏലത്തൂർ സ്വദേശി വിജിൽ മരിച്ചതായി സുഹൃത്തുക്കൾ മൊഴി നൽകി. കേസുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളായ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. അമിതമായ ലഹരി ഉപയോഗിച്ച യുവാവ് മരിച്ചുവെന്നും പിന്നാലെ തങ്ങൾ അയാളുടെ മൃതദേഹം ചതുപ്പിൽ താഴ്ത്തിയെന്നും സുഹൃത്തുക്കൾ പോലീസിനോട് വെളിപ്പെടുത്തി. 2019 യുവാവിനെ കാണാതായത്. ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ പുണ്യാഹം നടത്താൻ ഒരുങ്ങുകയാണ് ദേവസ്വം. റീൽസ് ചിത്രീകരിക്കാനായി അഹിന്ദുവായ യുവതി ക്ഷേത്രകുളത്തിൽ കാൽ കഴുകിയ സംഭവത്തെ തുടർന്നാണ് പുണ്യാഹം നടത്തുന്നതെന്നും ക്ഷേത്രത്തിൽ 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിക്കുമെന്നും ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് താരവുമായ ജാസ്മിൻ ജാഫറാണ് റീൽസ് ചിത്രീകരണത്തിനായി ഗുരുവായൂർ ക്ഷേത്രകുളത്തിലിറങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികൃത സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടണ്ടെന്ന് ദില്ലി ഹൈക്കോടതി. സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കണം എന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കിയിരിക്കുകയാണ് കോടതി. ഫെബ്രുവരിയിൽ മോദിയുടെ വികൃതവുമായി ബന്ധപ്പെട്ട വാദങ്ങൾ പൂർത്തിയായിരുന്നു. പിന്നീട് കേസ് വിധി പറയാൻ മാറ്റുകയും ചെയ്തിരുന്നു. മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി 10-12 ക്ലാസ് പരീക്ഷകൾ പാസ്സായതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടണമെന്ന CIC ഉത്തരവും ദില്ലി ഹൈക്കോടതി റദ്ദാക്കി. മോദിയുടെ കേസിൽ വിധി പറഞ്ഞ അതേ ജഡ്ജിയാണ് ഈ ഉത്തരവും റദ്ദാക്കിയത്. സ്മൃതി ഇറാനി 10-12 ക്ലാസ് പരീക്ഷകൾ പാസ്സായ വിവരങ്ങൾ പുറത്തുവിടണമെന്നായിരുന്നു CIC ഉത്തരവ്. ഇതിനെ മറികടന്നാണ് ഹൈക്കോടതി വിധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെയും വിദ്യാഭ്യാസ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ പൊതുതാൽപര്യമില്ലെന്ന് ഡൽഹി ഹൈക്കോടതി. വ്യക്തിഗത വിവരങ്ങളാണെന്നും ആ വ്യക്തി പൊതുപദവി വഹിക്കുന്നയാളാണെങ്കിൽ പോലും അതങ്ങനെ തന്നെയാണെന്നും വിവരാവകാശ നിയമപ്രകാരം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ലെന്നും ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സച്ചിൻ ദത്ത പറഞ്ഞു. സർക്കാർ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനാണ് വിവരാവകാശ നിയമം നടപ്പിലാക്കിയതെന്നും അല്ലാതെ കോലാഹലങ്ങൾക്ക് വക നൽകാനല്ലെന്നും കോടതി വ്യക്തമാക്കി. 3 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടതോടെ കോൺഗ്രസ് MPയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ ധാർമ്മിക നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ചോദിച്ചു. 2013 RJD നേതാവ് ലാലു പ്രസാദ് യാദവിന് പ്രയോജനകരമാകുന്ന വിധത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ഓർഡിനൻസ് വലിച്ചുകീറിയ രാഹുൽ പുതിയ ബില്ലിനെ എന്തിനാണ് എതിർക്കുന്നതെന്നും ഷാ ചോദിച്ചു. ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ജയിലിൽ നിന്ന് ഭരണം നടത്താൻ അനുവാദം നൽകുന്നത് ന്യായമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രശസ്ത കന്നഡ നടൻ ദിനേശ് മംഗളൂരു 63 അന്തരിച്ചു. ദീർഘനാളത്തെ അസുഖത്തെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ കുന്താപുരത്തെ ഒരു ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായി ഇന്ത്യൻ സൈനികർ ഭീകരരെ വധിച്ചത് അവരുടെ മതമേതെന്ന് നോക്കിയല്ല, മറിച്ച് അവരുടെ ചെയ്തികൾ കണക്കിലെടുത്താണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ മതമേതെന്ന് ചോദിച്ചതിനു ശേഷമാണ് ഭീകരർ നിരപരാധികളായ 26 പേരെ കൊന്നൊടുക്കിയതെന്ന് സൂചിപ്പിച്ചായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന എന്ന് PTI റിപ്പോർട്ട് ചെയ്തു.
തെക്കൻ ഗാസയിൽ ഇസ്രയേൽ തിങ്കളാഴ്ച നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 4 മാധ്യമപ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ടെന്ന് റിപ്പോർട്ട്. അസോസിയേറ്റഡ് പ്രസിനു വേണ്ടി ജോലി ചെയ്തിരുന്ന ഒരു സ്വതന്ത്ര മാധ്യമപ്രവർത്തകയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഒരു ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 8 പേരാണ് കൊല്ലപ്പെട്ടത്. തെക്കൻ ഗാസയിലെ ആശുപത്രിയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അതൃപ്തി അറിയിച്ചു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലെന്നും തനിക്ക് അതിൽ സന്തോഷമില്ലെന്നും അത് കാണാൻ താൽപ്പര്യമില്ലെന്നും പറഞ്ഞ ട്രംപ് നമ്മൾ ആ പേടിസ്വപ്നം അവസാനിപ്പിക്കണമെന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അദാനി ഗ്രൂപ്പിന് ഇന്ത്യൻ കമ്പനികൾ വായ്പ അനുവദിക്കുന്നത് വർദ്ധിച്ചതായി റിപ്പോർട്ട്. ഏതാണ്ട് 2.6 ലക്ഷം കോടി രൂപയാണ് ഗ്രൂപ്പിന്റെ മൊത്തം കടം. ഇതിൽ പകുതിയും ഇന്ത്യയിലെ പ്രാദേശിക ബാങ്കുകളുടെയും സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും വകയാണെന്നും റിപ്പോർട്ട്. ഒരു വർഷത്തിലെ വർധനവ് 40%. RBI പലിശ നിരക്ക് കുറച്ചതും ഇന്ത്യയിൽ നിന്ന് വായ്പ സ്വീകരിക്കുന്നത് എളുപ്പമായതും മെച്ചപ്പെട്ട ക്രെഡിറ്റ് റേറ്റിംഗുമാണ് വർധനയ്ക്ക് കാരണമെന്നും റിപ്പോർട്ട് തുടരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ മൊത്തം കടം 20% വർദ്ധിച്ചത്. ഈ കാലയളവിൽ അദാനി ഗ്രൂപ്പിന് പൊതുമേഖലാ ബാങ്കുകൾ നൽകുന്ന വായ്പയും വർദ്ധിച്ചു. ആകെ വായ്പയുടെ 18% വായ്പയും നൽകുന്നത് പൊതുമേഖലാ ബാങ്കുകളാണ്. ബാങ്കിതര സാമ്പത്തിക സ്ഥാപനങ്ങളും മറ്റു സാമ്പത്തിക സ്ഥാപനങ്ങളും നൽകിയ വായ്പ ആകെ വായ്പയുടെ 25%. കഴിഞ്ഞ വർഷം ഇത് 29%. വിദേശ കമ്പനികളിൽ നിന്ന് ഡോളറിൽ വാങ്ങിയിരുന്ന വായ്പ 31% 23% കുറയുകയും ചെയ്തു.